മകുടങ്ങൾ മിന്നി നിൽക്കും പച്ചപ്പൂക്കുന്നത്തെ മനകണ്ടു ആദ്യത്തെ വേലിയും മകനോത്ത് അമ്പുരാൻ പാടുന്ന മനയാണിത്. മറ്റൊരു വേലി കമ്പമായി പന്തലൂരിന്നൊരു വധുമെത്തി കുഞ്ഞിന്റെ 8ാം ജന്മദിനത്തിൽ വലിയ ആഘോഷവേളയാക്കി. പടിപ്പുര കഴിഞ്ഞപ്പോൾ മനക്കിലെ മണി വളഞ്ഞു പോയി. കാലത്തെത്തി വന്ന വേലി നിലവിലാശിച്ചുപോയി. നാടിന്റെ ഐശ്വര്യ പങ്കിലും ദുരന്തങ്ങൾ ഉയർത്ത നേരമില്ല. ആദ്യത്തെ വേലി മൊഴിഞ്ഞു അങ്ങനെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. തിരങ്ങര പണിക്കരെ വിളിച്ചിടേണം കാപ്പുര പ്രശ്നം നടത്തിടേണം. എന്നാതെ ഒരു വെട്ടുകളി വെച്ചില്ല ഒന്നും കളിയെ ഇരത്തി വെച്ചു. പ്രശ്നത്തിൽ പൊരുതെന്നറിഞ്ഞപ്പോൾ കേട്ടവർ ഭക്തരായി. പഞ്ചമി നാളിൽ കരിപ്പൂരാടത്തിൽ അപ്രാനുതി വന്നത് ആൺകുഞ്ഞ്. അവൻ അഷ്ടവർഷം തികയുന്നേരം ദേശത്തിന് നാശം, മാതാപിതാക്കൾക്ക് കാലനാശവും. ഊരിയെല്ലാം ദേവതമെന്ന നിലയിൽ തിറയാട്ടനാളിൽ കരനാട്ടമായി കുഞ്ഞിനെ അഗ്നിയിൽ ഹോമിക്കണം. ഒരു ഗ്രാമം മുഴുവൻ സംരക്ഷിക്കാൻ തമ്പ്രാനെ കടും കൈ ചെയ്തിടേണം. വിധിയുടെ വിളയാട്ടം കേട്ട് തമ്പുരാൻ എത്തി തരിച്ചുപോ. കുഞ്ഞിനെ മാറോടു ചേർത്തു തുറന്ന് അരുതേ എന്ന് പറയുന്നു. കഥയെന്ന മര്യാദ ഉച്ചിരിക്കുന്നു. കനലാട്ടമാണ് 18 മുഴം തേൻ കച്ചകുത്തി തമ്പ്രാൻ താമരത്തന്നോ വാടിത്തളർന്നൊര കുഞ്ഞിനെ കൈകളിലേന്തി. പൂജാരി കഞ്ചാരി കുഞ്ഞിനെ നിർത്തി മുഖം തിരിച്ചു നിന്നു തമ്പ്രാൻ. തലതല്ലി തലതല്ലി കരഞ്ഞിരുന്നു അമ്മ. കനലാട്ടമേളങ്ങൾ ഉണങ്ങി ഓമാക്കിനാടി കത്തി. കയ്യോ വളരണ കാലോ വളരൻ കാത്തിരുന്നൊര മാതൃഹൃദയം കരയാകാതെ കണ്ട നാളത്തിൽ അവരുടെ ശ്വാസം തന്നിരുന്നു. ഒരു ദേശം മുഴുവൻ സംരക്ഷിക്കാൻ കുഞ്ഞിനെ ത്യജിച്ചൊരത്തൻ ആ കുഞ്ഞിൻ ചിതയിൽ എടുത്തു ചാടി. സ്നേഹത്തിൻ നിറകുടമായമ്മ മാതൃകയായൊരു തെറ്റമ്മ. കേട്ടു നോവിൻ നൊമ്പരം മാറുന്നുണ്ടേ. കുഞ്ഞിനെ കുപ്പയിൽ എറിയുന്നോരെ ഒരമ്മ തൻ സ്നേഹം തിരിച്ചറിയൂ. മാതാവിൻ മഹത്വം മനസ്സിലാക്കൂ. ഒരമ്മ തൻ സ്നേഹം തിരിച്ചറിയൂ. മാതാവിൻ മഹത്വം മനസ്സിലാക്കൂ.